89.6 FM സർഗക്ഷേത്ര കോട്ടയം ജിംഖാന. നമ്മളെ കുറച്ച് നാളുകളായിട്ട്, അതായത് ആലപ്പുഴ ജിംഖാന പോസ്റ്റർ വന്നതിന് ശേഷം നമ്മൾ റേഡിയോ പേജ് ഫോളോ ചെയ്തിരുന്ന പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ കോട്ടയം ജിംഖാന എന്ന് പറഞ്ഞൊരു പോസ്റ്റർ വന്നല്ലോ, ആ ജിംഖാന എന്നുള്ള ആ ഒരു ടൈറ്റിലിൽ അക്ഷരത്തിൽ ചെറിയ മാറ്റമുണ്ടല്ലോ, ജിംഖാനയ്ക്ക് മൂന്നാമത്തെ ഗായാണല്ലോ എഴുതിയിട്ടുള്ളത്, എന്താണ് ഇതിന്റെ കാര്യം, എന്താണ് പരിപാടി, അങ്ങനെ ചോദ്യങ്ങൾ, അന്വേഷണങ്ങൾ, ആലോചനകൾ, സംശയങ്ങൾ പലയിടങ്ങളിലും പലതരത്തിൽ നമ്മൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളുമായിട്ടാണ്, ഉത്തരം ഇവിടെ പറഞ്ഞു തുടങ്ങുവാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളാരാന്ന് പറഞ്ഞില്ലല്ലേ, ഞാൻ വിനുവാണ്, എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, RJ ബിൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ കോട്ടയം ജിംഖാന എന്നുള്ള പരിപാടി എന്താണ്, കോട്ടയം ജിംഖാന എന്ന് ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ എവിടെയാണെന്ന് പറയൂ. ആരും എവിടെയും പോയേക്കരുത്, എല്ലാവരും കേട്ടോണ്ടിരുന്നോ, കാരണം ഇന്ന് നിങ്ങൾ ഞെട്ടും. കാരണം നമ്മുടെ ഇന്നത്തെ യാത്ര പോകുന്നത് നമ്മുടെ കോട്ടയത്തുള്ള പല പല ജിമ്മിലേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ജിമ്മ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പോകുന്നു, ആളുകളെ പരിചയപ്പെടുത്തുന്നു, നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ടിപ്സ് ഒക്കെ കേട്ടറിയുന്നു. ഒപ്പം പാട്ട് പാടുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ പാട്ടും പാടിപ്പിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാടിടങ്ങളിൽ ലഹരിക്ക് പുറകെ പോകുന്ന കുട്ടികളും മുതിർന്നവരും അങ്ങനെ പല പല വാർത്തകൾ നിറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഫോക്കസ് ഫിറ്റ്നസ്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ആ ഒരു പ്ലാനിന്മേൽ നമ്മൾ നടത്തുന്ന ക്യാമ്പയിനാണ്. വളരെ സീരിയസ് ആയിട്ട് ഫിറ്റ്നസ്സിനെ കാണുന്ന ഒത്തിരി പേരെ ഫിറ്റ്നസ് ക്ലബ്ബുകളിൽ ചെന്നിട്ട്, അതായത് ജിമ്മിൽ ചെന്നിട്ട് അവരെ പരിചയപ്പെടുത്തുക, അവരുടെ കഥകൾ പറയുക, അവർക്ക് സ്പാർക്ക് ഉണ്ടായ ടൈം എപ്പോഴായിരുന്നു, അത് ഫിറ്റ്നസ്സിനെ അവർ എത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്നു, ഇങ്ങനെ കുറച്ച് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചർച്ചകൾ നടത്തുക. ഒപ്പം അതിലെ കലാകാരന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് പാട്ട് പാടിക്കുക. ജിമ്മിൽ പാട്ട് പാടിക്കുന്നു, ജിമ്മിൽ ഗാനം വരുന്നു, ജിംഖാന വരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഏത് ജിമ്മിലേക്കാണ് പോകുന്നതെന്നായിരിക്കും ഇപ്പൊ എല്ലാവരും ആലോചിക്കുന്നത്. ദാറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി മസിൽ മാൻഷൻ. ഓക്കെ, മസിൽ മാൻഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷമാണ് ഇനി നമ്മളുടെ കഥയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം തുടങ്ങാൻ പോകുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM പവർഫുൾ ആയിട്ട് ജിംഖാന മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ്. ഒരെണ്ണം വിനു, ഒരെണ്ണം ബിൻസി. ഒരെണ്ണം ബിൻസിയും ഒരെണ്ണം മീനു. 89.6 FM സർഗക്ഷേത്ര കോട്ടയം ജിംഖാന. സർഗക്ഷേത്ര 89.6 FM നമ്മൾ കോട്ടയം ജിംഖാന എന്ന് പറഞ്ഞ് എന്താണ് സംഭവം, പരിപാടി എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചും ആലോചിച്ചും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് പറയാനുള്ള സമയമായിട്ടുണ്ട്. പേര് കേട്ടപ്പോൾ എല്ലാവരും ഗസ് ചെയ്ത് കാണും. ഒരു പക്ഷേ പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് DMs ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, കുറച്ചുപേര് സിനിമയുടെ പോസ്റ്ററിൽ അക്ഷരവുമായിട്ട് ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അയ്യോ ജിംഖാന എന്ന് ഇങ്ങനെയല്ലല്ലോ എഴുതേണ്ടത്, ഇങ്ങനെയും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, എന്തായാലും ഇന്ന് നമ്മൾ അത് റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയമാണ്. അതെ, ഗാന്ധിനഗറിലുണ്ട് ഞങ്ങൾ. ഗാന്ധിനഗർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ബിൻസി, മനസ്സിലാകാത്തവർക്ക് കൊണ്ട് മനസ്സിലാക്കി കൊടുത്ത്. കറക്റ്റ് പറഞ്ഞ മെഡിക്കൽ കോളേജിന്റെ അവിടുന്ന് നേരെ നമ്മൾ സംക്രാന്തിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഗാന്ധിനഗർ. അതെ, അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് സംക്രാന്തിക്ക് പോകുന്ന വഴിയിൽ ഗാന്ധിനഗറിൽ ഇടതുവശത്ത് ഒരു 3ാം നിലയിലേക്ക് കഷ്ടപ്പെട്ട് നടന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഹെൽത്ത് ക്ലബ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. കഷ്ടപ്പാടെന്ന് പറയുമ്പോഴേ സ്ഥിരം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. എനിക്കും വിനിസാറിനൊക്കെ നല്ല കഷ്ടപ്പാടായിരുന്നു, കാരണം മേലനങ്ങാത്തതുകൊണ്ട്. ഓരോ പടികൾ കയറി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഫ്ലോറിലാണോ, അല്ല ആ ഒരു ഫ്ലോറോട് കയറി ചെല്ലുമ്പോൾ അവിടെയല്ല, 3ാമതൊക്കെ ചെന്ന് നമ്മൾ എത്താൻ പോകുന്നതല്ല, ശരിക്കും എത്തിയിട്ടുള്ളത് മസിൽ മാൻഷനിലേക്കാണ്. അതെ, ഇവിടെ നമ്മുടെ കൂടെ ഒന്നല്ല 2 പേരാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. 2 പേരെന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ, വലിയ പ്രസ്ഥാനത്തിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള 2 പേരാണ്. ഹലോ ബ്രോ. ഹലോ. 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 നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറയാം. ബ്രോ എന്ന് വിളിച്ച പോലെ തന്നെ ഇവര് ബ്രദേഴ്സ് ആണ്. അതെ ബിൻസി, അതായത് നമ്മൾ ഈ ഒരു ഹെൽത്ത് ക്ലബിന്റെ 2 മുതലാളിമാരോടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിന്റെ നടത്തിപ്പുകാർ, 2 സംരംഭകർ. അതെ അതെ, ഇത് പറയുമ്പോൾ 2 പേരും അല്ലേ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള 2 പേരാണ്. നിങ്ങൾ ശരിക്കും ആരാദ്യം പറഞ്ഞു തുടങ്ങും എന്നതിനെ പറ്റി ഒരു ആലോചന ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതെ, അപ്പൊ ബ്രോ കൈകൊണ്ട് കാണിക്കുന്ന ഇവനോട് ചോദിച്ചു, ഇത് അനിയനോട് ചേട്ടനാണോ? അനിയനോട് ചോദിക്കുന്നു പറയുന്നു. അങ്ങനെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കും. ഓക്കെ, അനിയനോട് ചോദിക്കാൻ പറഞ്ഞ ചേട്ടന്റെ പേര് പറഞ്ഞേ. എന്റെ പേര് അജിത്ത്. അജിത്ത്. വിഷ്ണു. അജിത്തും വിഷ്ണുവും ചേർന്ന് നടത്തുന്ന പ്രസ്ഥാനമാണ്. അതെ അതെ. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇതിപ്പോ ഒരു 1.5 year ആവുന്നു. 1.5 വർഷമായി. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ കണ്ടാൽ തന്നെ നിങ്ങൾ അത്യാവശ്യം ഫിറ്റായി നടക്കുന്ന ആളുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നുമല്ലോ. അതെ അതെ. ബോഡി ബിൽഡിംഗ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഞങ്ങളിപ്പോ ഒരു 7 വർഷമായി ഫീൽഡ് ഇറങ്ങിയിട്ട്. അതായത് അത് ഇതുപോലെ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയിട്ട് ബ്രോ ഇതുപോലെ ഹെൽത്ത് ക്ലബിൽ പോകാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അത് പറഞ്ഞ 7 വർഷം നമ്മൾ ഇറങ്ങി ഈ ഫീൽഡ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ഈ ബോഡി ബിൽഡിങ് അതിലേക്ക് ശരിക്കും ഇറങ്ങിയിട്ടൊരു 2 വർഷം ആയിട്ടുള്ളൂ. ഈ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. ഓഹോ, കാര്യങ്ങൾ ഒരുപാട് പറയുമ്പോൾ ഇവിടെ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന ചില കപ്പുകളും ചില പട്ടങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. 2025 മിസ്റ്റർ കോട്ടയമാണ്. ആ കഥകളിലേക്കൊക്കെ വരുന്നതിന് മുൻപ് റേഡിയോയിൽ കുറച്ച് പാട്ട് ഉറപ്പായിട്ടും വേണം. തീർച്ചയായിട്ടും. കാരണം ഇവരുടെ മസിലിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ നല്ല കലക്കം പാട്ട് തന്നെ വേണം. അതെ അതെ അതെ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര.
കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന ടൈറ്റിൽ പോലെ തന്നെ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ടൈറ്റ് എന്ന് പറഞ്ഞാൽ മസിൽ വളരെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുള്ള ഞങ്ങൾ എത്തിയിട്ടുള്ള സ്ഥലം ഗാന്ധിനഗറിലെ മസിൽ മാൻഷൻ. അതെ, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് മുതലാളിമാരായിട്ടുള്ള 2 പേരാണ്, 2 ജിമ്മന്മാരാണ്. ഇവർ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 1 വർഷമായി എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു സംരംഭം, ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിനുള്ള കാരണം എന്താണ്? അതിപ്പോൾ നമുക്ക് കുറേ നാളപ്പോൾ നമ്മളിങ്ങനെ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഇതിനോടുള്ളൊരു താല്പര്യം ഇങ്ങനെ വന്ന് സ്വാഭാവികമായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഇതിനൊന്നും പോയിട്ടൊന്നൊരു കാര്യമില്ല, ഇതൊന്നും പോയി രക്ഷപ്പെടാൻ പോകണില്ല വേറെ എല്ലാം. അതായത് ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആളുകളെ വിൻസിയും കണ്ടിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും, അത് ഏത് മേഖലയിലാണെങ്കിലും. പക്ഷെ ജിമ്മിലെ കാര്യം പറയുമ്പോഴേ ഞാനും ജിമ്മിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞു ഒരു കാര്യമില്ല, പോയിട്ട് വെറുതെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന ബിൻസി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നിർത്തി. അവര് പറഞ്ഞ ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുമായിരുന്നു, പക്ഷെ എക്സസൈസ് ഒന്നും ബിൻസി ചെയ്യില്ലായിരുന്നു. എല്ലാം കൂടി പറ്റില്ല, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നായിരുന്നു ബിൻസിയുടെ പോളിസി. ഇനി അജിത് ബ്രോ പറയട്ടെ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞപ്പം നമ്മുടെ നാട്ടുകാരും ഓരോരുത്തരും നമുക്കറിയാവുന്നവരെല്ലാം പറഞ്ഞു വേറെ എന്തെങ്കിലും പണിയൊക്കെ നോക്കിക്കൂടെ, ഇതിനൊന്നും പോയിട്ടൊരു കാര്യമില്ല, രക്ഷപ്പെടൂല, എന്തെങ്കിലും പണിയെടുത്ത് മൊത്തം നെഗറ്റീവ്. ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ കണ്ടാലും അവര് പറയില്ലേ ഇങ്ങനെ കളിച്ച് നടന്നു പണിക്കൊന്നും പോകാണ്ട്. അപ്പം നമുക്കൊരു ഇതുണ്ടായി, ഇതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകണം. ഇത് നടത്തിയെടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ തീരുമാനിച്ചു. ഓ, അതാണ് ടേണിംഗ് പോയിന്റിനെ പറ്റിയാണ്, അജിത് ബ്രോയുടെ ടേണിംഗ് പോയിന്റിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി അങ്ങനെയാണ്. അപ്പം നമുക്കൊന്ന് സ്വന്തമായിട്ടൊരു ഇതിട്ടാലോ എന്നുള്ളൊരു പ്ലാൻ വന്ന് അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് ഇവിടം വരെയൊക്കെയായി. ഓക്കെ, ഇവിടം വരെ ആയപ്പോൾ അനിയന്റെ മുഖത്ത് ആ ഒരു ചിരി, സന്തോഷം വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഈ സ്പോട്ട് ആദ്യം നമ്മൾ വേറെ സ്പോട്ടായിരുന്നു നമ്മൾ നോക്കിയത്. ആ സ്പോട്ട് നമുക്ക് കിട്ടിയില്ല. അത് നമ്മൾ എഗ്രിമെൻറ്റും കാര്യമൊക്കെ ആയിരുന്ന സ്റ്റേജ് വന്നപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തപ്പിയെടുത്താണ് ഇത് വന്നത്. നമ്മൾ പിന്നെ അത്യാവശ്യം ഗംഭീരമായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട്? ഇവിടെ മെമ്പർഷിപ്പ് ഒരു 1000 അടുത്തായിട്ടുണ്ട്. 1000 ആയിട്ടുണ്ട് മെമ്പർഷിപ്പ്. ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ ജിം ഗാനം എന്നാണ്. പാട്ട് പാടുന്ന എത്ര പേരുണ്ട് ഇവിടെ? ജിമ്മിൽ വന്ന് ഗാനം ആലപിക്കുന്നവർ എത്ര പേരുണ്ട്? ആരംഭിക്കുന്നുണ്ട്, പക്ഷെ അവരൊന്നും വന്നിട്ടില്ല. അവർ വരാൻ ടൈം എടുക്കും. അവര് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഉള്ളവരെ കൊണ്ട് ഞങ്ങൾ പാടിക്കും. അതാണ് ഞങ്ങളുടെ പോളിസി. ഉറപ്പായിട്ടും ടൈറ്റിലിനോട് നീതി പുലർത്തണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ റേഡിയോയിൽ ഇപ്പൊ പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷമാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള മെഡലുകളെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. സർഗക്ഷേത്ര 89.6 FM കോട്ടയം ജിംഖാന കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മള് മസിൽ മാൻഷനിൽ തന്നെയുണ്ട്. അതായത് മുതലാളിമാരുടെ കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. ബാക്കി ഇവിടെ വന്നിട്ടുള്ള ഹെൽത്ത് ക്ലബ്ബിൽ വളരെ ആവേശത്തോടെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കഥ കേൾക്കാൻ. തീർച്ചയായിട്ടും ഇവരുടെ കഥ ഇങ്ങനെ അറിയുന്തോറും ആഴമേറുന്ന വലിയ പ്രസ്ഥാനമാണ് ഇവർ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഞങ്ങൾ ഇവിടുത്തെ ചില മെഡലുകളും ചില കപ്പുകളൊക്കെ നോക്കുമ്പോൾ ഇവരുടെ പടം അതിൽ പതിപ്പിച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെയാണ് അതിന്റെ അന്വേഷിച്ച് പോയത്. ചെറുതായിട്ടൊരു മിസ്റ്റർ കോട്ടയം 2023 25 അതെ, 2 വർഷം മിസ്റ്റർ കോട്ടയം ഒരു വീട്ടിൽ നിന്നുള്ള 2 പേരെന്നൊക്കെ പറയുമ്പോ എങ്ങനെ സാധിക്കുന്നു ഇത്? അതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയാ, ഏത് വർഷമായിരുന്നു ബ്രോ? ഞാൻ ചെയ്തത് 23 ആണ് ഇറങ്ങുന്നത്. ഇറങ്ങിയ വർഷം തന്നെ മിസ്റ്റർ കോട്ടയം. അല്ല, അതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 23 കോമ്പറ്റീഷൻ പ്രൈസ് ഉണ്ടായിരുന്നു. ഓ ശരി, നേരെ ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്നുണ്ടോ? ബ്രോ ഏത് വർഷമായിരുന്നു? ഞാൻ 25 ഈ വർഷം. 25. ഓക്കെ, ഏത് ടൈമിലായിരുന്നു നടന്നത്? നമുക്കൊരു ഫെബ്രുവരി ആയിരുന്നു. ഫെബ്രുവരിയിലായിരുന്നു. അതിന് കിട്ടിയ മെഡലുകളും കപ്പുകളും ഒക്കെയാണ് നിരത്തി വെച്ചിരിക്കുന്നത്. മിസ്റ്റർ കോട്ടയം കിട്ടിയ ആ നിമിഷം എന്ത് തോന്നി? സന്തോഷമുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റിയില്ല. അതെന്തായിരുന്നു? അത് നമ്മൾ പിന്നെ അത് അറിയില്ല. അങ്ങനെയല്ല, ഇനി ഇതിന്റെ മുകളിലേക്ക് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പോകുന്നുണ്ടോ? ഉണ്ട്. അതിനുവേണ്ടി, അതായത് ഇവിടെ വരുന്ന പാർട്ടിസിപ്പൻസിന്, അതായത് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്ന രീതിയിലാണോ നിങ്ങളുടെ പ്ലാൻ? അതെ. അതിപ്പോ നമ്മള് ഓരോ വർഷം ഇപ്പം കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് ഇതിപ്പോ നമ്മള് ഇറങ്ങുമ്പോഴേ ഫസ്റ്റ് ടൈം ഒന്നും ആർക്കും കിട്ടൂല. നല്ല കഷ്ടപ്പാടുണ്ട്. ഓക്കെ, ബോഡി ബിൽഡിംഗ് പറയുമ്പോൾ തന്നെ നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതിന്റെ പിന്നിലും കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇത്ര കഷ്ടപ്പെടുന്നവരെ കണ്ട് പരിചയപ്പെടുത്തുക തന്നെയാണ് ഉദ്ദേശം. റേഡിയോയിൽ പാട്ടുകൾ വരുന്നു. ഇനി ആരൊക്കെയാണെന്ന് വരാൻ പോകുന്നത്? വിൻസി, എനിക്കൊരു ചോദ്യം ചോദിച്ചിട്ടേ പാട്ട് വരത്തുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ ഈ പേരിലേക്ക് എത്തിയത്? ഏത്? നമ്മുടെ ജിമ്മിന്റെ പേര് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒത്തിരി പേര് ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ പേര്. പക്ഷേ അത് ഞങ്ങളൊരു 3 പേര് ഒന്ന് ആലോചിച്ച് ആണ്. ഓക്കെ, അതിൽ ആ മൂന്നാമൻ ആരാണ്? അത് പറഞ്ഞു. 2 പേരോട് നിൽപ്പുണ്ട്. അത് ഞങ്ങളുടെ ഒരു ചേട്ടൻ എന്ന് പറയാം. പുള്ളിയുടെ പേര് ശ്രീമോഹൻ. പുള്ളി ഇവിടെ ഇല്ല, ഇപ്പം പുള്ളി ട്രിവാൻഡ്രത്താണുള്ളത്. അപ്പം പുള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത്, അപ്പം നമുക്ക് കേൾക്കുമ്പോഴായാലും എല്ലാവരും ഒരു വെറൈറ്റി ആയിട്ട് നല്ലൊരു
ഗുമ്മുള്ളൊരു പേര് വേണമല്ലോ. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ആൾക്ക് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നണം, പക്ഷെ വായിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആകണം, പിന്നെ ഒരു വെറൈറ്റി ആയിരിക്കണം. അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായി. ഇതെല്ലാം ഒറ്റയടിക്ക് നടത്തണം. അധികം ആരും വേറെ എങ്ങോട്ടും കേട്ടിട്ടില്ലാത്തതും ആയിട്ടുള്ള ഒരു പേര്. ശരിക്കും ബിൻസി ഇവിടെ വന്ന് ഏറ്റവും ആദ്യം ഇത് വായിച്ചത് മസിൽ മനുഷ്യൻ എന്നായിരിക്കുമല്ലേ എന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് ബിൻസി അല്പം സ്റ്റൈലായിട്ടൊക്കെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് ശരിയായത്. എന്താ ശരിക്കും ബിൻസി പേര്? അതെ, എന്റെ പേര് ആർജെ ബിൻസി. അതല്ല ഈ പരിപാടിയുടെ പേര്? ജിംഖാന, ഈ ഹെൽത്ത് ക്ലബിന്റെ പേര് മസിൽ മാൻഷൻ. അതാണ്. അപ്പൊ റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷമില്ലേ നമ്മൾ ഇത്രയും കാര്യമായി ഇവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലൊന്നും ശ്രദ്ധ തിരിയാത്ത രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ, അതിൽ കുറച്ച് പേരെ നമ്മൾ കണ്ടുപിടിച്ച് സംസാരിപ്പിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. ഉറപ്പായിട്ടും. കാരണം ഇത് ജിങ്കാനാണ്. ജിമ്മിൽ പാട്ട് പാടുന്നവരെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. സർഗക്ഷേത്ര 89.6 FM കോട്ടയം ജിംഖാന. നമ്മൾ മസിൽ മാൻഷനിലുണ്ട്, ഗാന്ധിനഗറിലുണ്ട്. നേരത്തെ പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയാവോ? ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സീരിയസ് ആയിട്ട് ഇതിലൊന്നും ഇടപെടാതെ ശക്തമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് നമ്മൾ ഇത്രയും വന്ന് കലബില ഉണ്ടാക്കിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കൃത്യമായിട്ട് ഹെൽത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഒരാൾ വളരെ കഷ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. പേര് പറയാവോ? ഡോക്ടർ സൗമ്യ. ഡോക്ടർ സൗമ്യ ഡോക്ടറാണ്. ഓക്കെ, ആരോഗ്യത്തെ പറ്റി വളരെ അധികമായിട്ട് ആലോചിക്കുന്ന ആളും ഒരുപാട് പേരെ നല്ല ആരോഗ്യത്തിൽ നടത്താൻ പ്രേരിപ്പിക്കുന്ന ആളുമാണ്. അതെ. ഡോക്ടർ എവിടെയാണ് നാട്, എവിടെ വർക്ക് ചെയ്യുന്നു? നാട് കോട്ടയം തന്നെ, വർക്ക് ചെയ്യുന്ന കോട്ടയം മെഡിക്കൽ കോളേജ്. ഓക്കെ, ഇവിടെ ഈ പ്രസ്ഥാനത്തിൽ എത്തിയിട്ട് എത്ര നാളായി? ഏകദേശം 10 മാസം കഴിഞ്ഞു. അതായത് തുടക്കം മുതലുണ്ട്? ഇല്ല, തുടങ്ങി 2 മാസമായപ്പോഴായിരിക്കും ഞങ്ങളൊക്കെ വന്നത്. ഓക്കെ, 10 മാസമായി വളരെ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്നു. അതെ. ഇങ്ങനെ ജീവിതമാണ് ലഹരി, അല്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യം വളരെ കൃത്യമായി സംരക്ഷിച്ചു പോരേണ്ട ഒന്നാണ് എന്നൊക്കെ ഡോക്ടറിന് തോന്നി തുടങ്ങിയ സമയം എപ്പോഴാണ്? ഞാൻ ഹെൽത്ത് ക്ലബിന്റെ പറ്റിയല്ല കേട്ടോ ചോദിക്കുന്നത്, ഡോക്ടറിന്റെ ലൈഫിലെ കാര്യം ഒന്ന് പറയാമോ? ഞാൻ ആക്ച്വലി ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ വെച്ച് ഒരു സ്റ്റേജിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വീണ് കാലൊന്ന് ഉളുക്കി, ചെറിയൊരു ഫ്രാക്ചറായി. അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്തു. അപ്പോൾ കാലായതുകൊണ്ട് ഞാൻ സുംബ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എനിക്ക് സുംബയൊന്നും ചെയ്യാൻ പറ്റത്തില്ലാതെയായി. അങ്ങനെ ഡോക്ടർ PMRലെ ഫിസിക്കൽ മെഡിസിനിലെ ഡോക്ടേഴ്സാണ് സജസ്റ്റ് ചെയ്തത് അപ്പർ ബോഡി വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കുറച്ച് ഇനി പതുക്കെ കാല് ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന്. വെയിറ്റ് കൂടി കഴിഞ്ഞാൽ കാല് പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ഇവരെ കണ്ടപ്പോൾ ഇവർ പറഞ്ഞ അപ്പർ ബോഡി മാത്രം വെച്ചിട്ട് ചെയ്യാം. വിഷ്ണുവാണ് ആദ്യം ഞാൻ വിഷ്ണുവിനെ കണ്ടത്. അപ്പോൾ അപ്പർ ബോഡി കൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ കാലിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിൽ ജോയിൻ ചെയ്തു. ഞാൻ വെറുതെ അപ്പർ ബോഡി മാത്രം ചെയ്തുകൊണ്ട് 5-6 മാസം കൊണ്ട് തന്നെ ഒരു 4-5 കിലോ കുറഞ്ഞു, കാടിയൊന്നും ഇല്ലാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാർഡിയോ കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 10 കിലോളം കുറഞ്ഞു. ഇവർ പറഞ്ഞതനുസരിച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തി കേട്ടോ. ഡയറ്റ് കുറച്ചൊക്കെ മോഡിഫൈ ചെയ്തു, ഷുഗർ കട്ടൊക്കെ ചെയ്തു. അപ്പം കുറച്ചും കൂടെ ഇപ്പം ഇതില്ലാതെ ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും മിസ് ചെയ്യത്തില്ല, ഇവിടെ വരും. ഓക്കെ, അതായത് ഇത് കഴിഞ്ഞിട്ട് ഒരു സൂംബ പ്രകടനത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടറിന്റെ ഫസ്റ്റ് സൂംബ ഉള്ള സ്റ്റേജ് എവിടെയാണോ അതിന്റെ ഒരു ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് തരണം. ഓക്കെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഇപ്പോൾ ജിമ്മിലൊക്കെ എന്തിനാ വർക്കൗട്ടൊക്കെ ചെയ്യേണ്ടതിന്റെ ആവശ്യം, ആ സമയത്ത് കിടന്ന് ഉറങ്ങിക്കൂടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിൻസിയെ പോലത്തെ കുറച്ച് പേരുണ്ടാവും. അവരുടെ എന്താ പറയാനുള്ളത്? നമുക്കൊരു ദിവസം 24 മണിക്കൂറുണ്ട്. 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലും 1 മണിക്കൂർ 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ ബാക്കിയുള്ള സമയം നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ കുറച്ചും കൂടെ നമുക്ക് സമയം കിട്ടും, നമ്മുടെ കാര്യങ്ങൾക്കും കുറച്ചും കൂടെ എനർജറ്റിക് ആവും. ജിമ്മിൽ പോകുന്നത് വളരെ മോശം എന്ന് ഞാനും വിചാരിച്ചിരുന്നതാണ്. സത്യത്തിൽ വീണതിന് ശേഷമാണ് ഞാൻ ജിമ്മിൽ മസിൽമാന്മാരുടെ ഒരു സ്ഥലം എന്നായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇവരെ കണ്ടപ്പോൾ പോലും അങ്ങനെയായിരുന്നു. ഇവരിപ്പോഴും അങ്ങനെ തന്നെ, ഞങ്ങൾ നേരത്തെ പറഞ്ഞോളൂ. അതെ, ജിമ്മാർ പേടിയായിരുന്നു ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ. ഇവര് വല്ലതും ചെയ്യുവോ, ഇവരല്ലേ ഇവരെന്ത് ഭീകരരാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇവർ രണ്ടും വളരെ സോഫ്റ്റ് ആണ്. അങ്ങനെ അത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് വേണ്ടത് തന്നെയാണ്, എല്ലാവർക്കും തന്നെ വേണ്ടതാണ്, ഒരു ഏജ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഡോക്ടറിന് തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ 2 മിനിറ്റ് സമയം നമ്മൾ എടുത്തു. അല്ലല്ല, 2 മിനിറ്റില്ല, 1 മിനിറ്റ് കൂടെ എടുക്കണം. കാരണം എന്നറിയോ, ഡോക്ടർ എന്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റേജിൽ നിന്ന് വീണത്? ന്യായമായൊരു ചോദ്യം ഉണ്ട്. അത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷനിൽ ഒരു ഡാൻസ് കളിക്കുന്ന ആളാണ് ഡോക്ടർ. പക്ഷെ ഡോക്ടർ നല്ലപോലെ പാട്ടും പാടും. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ നല്ലപോലെ പാട്ട് പാടും എന്നുള്ള കാര്യം മെഡിക്കൽ കോളേജിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഡോക്ടർ ചികിത്സിക്കുന്ന ആളുകൾക്കും അറിയാം, ഈ ജിമ്മിലുള്ള എല്ലാവർക്കും അറിയാം. അത് നമ്മള് ഈ പ്രോഗ്രാമിന്റെ ശരിക്കും പറഞ്ഞ ഡോക്ടർ ഈ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ എന്താണെന്നറിയാവോ? ജിംഖാന. ജിമ്മിൽ വന്നിട്ട്
പാട്ട് പാടിക്കലാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ആദ്യമായിട്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കാൻ പോകുമോ? ആദ്യത്തെ പാട്ടാണ് ഈ സീരീസിൽ. കോട്ടയത്തെ എല്ലാ ഹെൽത്ത് ക്ലബിലും പോകുന്ന പരിപാടിയിൽ ആദ്യത്തെ ഹെൽത്ത് ക്ലബിലെ ആദ്യമായി വന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഡോക്ടർ പാട്ട് പാടാൻ പോകുള്ളൂ. ഇതിലിപ്പോ ഒരു സന്തോഷം വല്ലതും ഉണ്ടോ? അതും ആ ആശാൻ എന്റെ ചെവിയിലെ രഹസ്യമായിട്ട് എന്നിട്ട് പറയാണ് ഡോക്ടർ സൂപ്പർ പാട്ടുകാരിയാണ്. ഡോക്ടറെ ആശാനോട് ചോദിക്കുമോ പാട്ട് പാടാൻ അറിയില്ല, ഞാൻ വേണേ റേഡിയോയിൽ സൂമ്പ കാണിച്ചു തരാമെന്ന്. അത് പറ്റൂല. അതിന് ഞാൻ റെഡിയാണ്. ഓക്കെ, ഡോക്ടറിനെ അറിയാവുന്ന, ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ നന്നായിട്ട് പാടി എന്നതിന്റെ പേര് ഞങ്ങൾ സമ്മാനം ഒന്നും തരില്ല. അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല. തെറ്റിയെ തിരുത്താൻ ബിൻസി പാട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ ഡോക്ടർ ധൈര്യമായിട്ട് പാടിക്കോ? ഡോക്ടറിന് ഇഷ്ടമുള്ള പാട്ടിലെ 4 വരി പാടിയാൽ മതി. അപ്പൊ ഡോക്ടർ പാടിയാൽ അത് ജിങ്കാനയായി, ജിങ്കാനമാകും ഉറപ്പായിട്ടും. चुरा लिया है तुमने जो दिल को, नजर नहीं चुराना सनम, बदल के मेरी तुम जिंदगानी, कहीं बदल न जाना सनम, ले लिया दिल हाय मेरा दिल, आज दिल लेकर मुझको ना बहलाना, चुरा लिया है तुमने जो दिल को, नजर नहीं चुराना सनम. എനിക്ക് ബിൻസി, എനിക്ക് ആ ഡയലോഗാണ് ഇഷ്ടപ്പെട്ടത്. മോശമാണെങ്കിൽ കട്ട് ചെയ്യണേന്ന്. ഇതിനകത്ത് കട്ട് ചെയ്യാൻ ബിൻസിയുടെ കയ്യടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കട്ട് ചെയ്യാനില്ല. ഒരുപാട് മോശമായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഇത് ഭയങ്കര സംഭവമാണ്. ഡോക്ടർ ഒരു പ്രസ്ഥാനമാണ്. പരിപാടികൾ നടക്കട്ടെ. റേഡിയോയിൽ ഞങ്ങൾ കലക്കം പാട്ടുകൾ വെച്ച് തരുന്നുണ്ട്. ഉറപ്പായിട്ടും. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. സർഗക്ഷേത്ര 89.6 FM അങ്ങനെ സ്പെഷ്യൽ ഷോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജിംഖാന. ജിമ്മിൽ വന്ന് ആളുകളെ പരിചയപ്പെട്ട് പാട്ടും പാടിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് പാട്ട് വെച്ച് കൊടുത്ത് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആളെത്തിയിട്ടുണ്ട്. ഇതുപോലെ കഠിനമായിട്ടുള്ള വർക്കൗട്ട് ചെയ്തതിന്റെ ക്ഷീണത്തിൽ വന്നിട്ടുള്ള ആളുടെ പേരെന്ന് പറഞ്ഞേ? സജിത. എനർജി വേണം, എനർജി വേണം. എനർജി മുഴുവൻ ഞാൻ ഡമ്പലിന് കൊടുത്തുപോയി. ഇനി എന്ത് ചെയ്യുന്നല്ലേ? അതെ അതെ. സജിത സ്ഥലം എവിടെയാണ്, വീട് എവിടെയാണെന്ന് പറയണം, എന്ത് ചെയ്യുന്നു എന്ന് പറയണം. മാരുനെല്ലൂരാണ്, ഹൗസ് വൈഫ്. ഓക്കെ, ഇവിടെ എത്ര നാളായി വരുന്നു? 7 മാസമായി. എങ്ങനെയാണ് ഇവിടെ വരാൻ ഉള്ള ഒരു തോന്നൽ വന്നത്? എപ്പോഴാണ്? ആ ഒരു പോയിന്റിനെ പറ്റിയാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. കുറച്ച് നാൾ മുമ്പ് തന്നെ ഇതിനോട് ഇഷ്ടമുണ്ട്, വർക്കൗട്ടൊക്കെ താല്പര്യമുള്ള. കുറച്ച് നാൾ മുൻപ് എന്ന് പറഞ്ഞാൽ ഏകദേശം പഠന കാലയളവ് പഠനം അല്ല, എനിക്ക് ആ കാലയളവ് അറിയാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ തന്നെ യോഗയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. വർക്കൗട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ വരാന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഡിസ്ക് പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈവനിങ് ടൈമിൽ കൂടുതൽ സമയം വരുന്നു, ഇപ്പോൾ രാവിലെ വരുന്നു, അല്ലെങ്കിൽ മാറി മാറി വരും? മാറി വരുന്നു. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഇതുപോലെ വർക്കൗട്ടൊക്കെ ചെയ്ത്? അത്യാവശ്യം കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണല്ലോ. നമ്മളിപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ ഫാമിലി ആയിട്ടോ ബിരിയാണി കഴിക്കാൻ പോകുന്ന പോലെ അല്ലല്ലോ. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണല്ലോ. ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ എന്ത് തോന്നുന്നു? എന്നാലും നല്ല മാറ്റമുണ്ട്. അപ്പം അതുകൊണ്ട് ഇഷ്ടവുമാണ് വർക്കൗട്ടൊക്കെ ചെയ്യാനും ഒക്കെ നല്ല താല്പര്യമുണ്ട്. ഈ ഇതുപോലെ ഹെൽത്ത് ക്ലബിലൊക്കെ പോയി തിരിച്ചു ചെല്ലുമ്പോൾ പോകുന്ന വഴിയിൽ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒത്തിരി ആളൊക്കെ കാണില്ലേ? അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് ഹെൽത്ത് ക്ലബിൽ നിന്ന് തിരിച്ചു വരുന്ന ആളെന്ന നിലയ്ക്ക് താങ്കളോട് സംസാരിക്കാറ്? സ്ത്രീകളായതുകൊണ്ട് ഇപ്പൊ ഇത്തിരി പുറകോട്ടാണ്. ഹൗസ് വൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി പുറകോട്ടാണ്. അതിൽ പ്രോത്സാഹനമൊന്നും കുറ്റം പറഞ്ഞില്ലെങ്കിലും പ്രോത്സാഹിപ്പിക്കൊന്നുമില്ല. വലിയ പാടാ. നമ്മൾ എന്താ പറയുക, നമ്മൾ ഇത്തരം ചിന്തകൾ പോലും മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട് കേട്ടോ. എന്നുള്ള ഒരു അങ്ങനെ ജിമ്മിലൊക്കെ പോയിട്ട് വരുവാണ്. ബിൻസി എത്ര തവണ ഇത് കേട്ടിട്ടുണ്ട്? ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ആകപ്പാട് 1 മാസമേ ഞാൻ പോയിട്ടുള്ളെങ്കിലും കുറെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്നാ മാറ്റമായി വരുന്നുണ്ട്. കണ്ട് എന്റെ മാറ്റം കണ്ടിട്ട് ഇപ്പൊ വന്നാ കൊള്ളാം എന്ന് പലർക്കും അഭിപ്രായമുണ്ട്. ഞാൻ തന്നെ നാട്ടിൽ ഒരു മാതൃക അല്ലേ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബോഡി ഇപ്പൊ നല്ലപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ലോങ് ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അങ്ങനെ വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ കൊടുക്കാറില്ല, അത് താനെ വളരുന്നു. അത്രേ ഉള്ളൂ. ബിൻസി എന്താണ് ഈ ചോദ്യം ചോദിച്ചതെന്നറിയാവോ? ഇത്രയും ലോങ് ഹെയർ ഉള്ള ആളുകളെ കാണുമ്പോൾ സർഗക്ഷേത്രയ്ക്ക് ഹെയർ ഡൊണേഷൻ പ്രോഗ്രാം ഇടയ്ക്ക് ഞങ്ങൾ നടത്താറുണ്ടേ. അതെ അതെ അതെ, ഞങ്ങൾ അതിനകത്തേക്ക് വരാൻ വേണ്ടിയായിരുന്നു. കുഴപ്പമില്ല, അത് ഞങ്ങൾ അടുത്ത റൗണ്ട് വരുമ്പോൾ ചോദിച്ചോളാം. പരിചയപ്പെട്ടാൽ ഒരുപാട് സന്തോഷമുണ്ട്. പണി നടക്കട്ടെ, കഷ്ടപ്പാടുകൾ നടക്കട്ടെ. താങ്ക് യു. റേഡിയോയിൽ പാട്ടുകളാണ് വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന പേര് പോലെ തന്നെ വൻ പവറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മുന്നിൽ വരുന്നവരുടെയൊക്കെ ആ ഒരു തലയെടുപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും. അതെ അതെ, ശരിക്കും അതെ. തലയെടുപ്പ് മാത്രമല്ല കേട്ടോ, വളരെ ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന, അതായത് ബോഡി വളരെ ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ കാണുമ്പോൾ എന്നും അസൂയ തന്നെയാണ് മനസ്സിൽ.
തീർച്ചയായിട്ടും. കാരണം നമുക്കിത് പറ്റുന്നില്ലല്ലോ. അതെ, ചെറിയ ഒരു അസൂയയോട് കൂടി നമ്മൾ ചിരിച്ചുകൊണ്ട് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇവരുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നു. കറക്റ്റ് നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? നമ്മൾ ഗാന്ധിനഗറിലാണുള്ളത്. മസിൽ മാൻഷൻ. ഓക്കെ, അടുത്ത ആൾ എത്തിയിട്ടുണ്ട്. നമസ്കാരം, പേരെന്താണ് പറയൂ? ഹലോ, ഞാൻ സൽമാൻ. സൽമാൻ. ഓക്കെ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ, ഓർത്തോ. ഓർത്തോ. അപ്പോ ഡോക്ടറാണെന്ന് അറിയാണ്ട് ഞാൻ ബ്രോ എവിടെ പോവാ എന്നും പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തിയത്. ഡോക്ടർ ആണെന്ന് അറിയുന്നതിന് മുൻപ് മാത്രം വിളിക്കാനുള്ള അനുമതിയുള്ള ഒരു പേരാണ് ബ്രോ. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഡോക്ടർ എന്ന് വിളിക്കേണ്ടി വരുമല്ലോ. ബ്രോ എന്ന് വിളിച്ചാൽ മതി, കുഴപ്പമില്ല. അതായത് ബ്രോ പറയുവാണ്, ഡോക്ടർ ആണെങ്കിലും ഞാൻ വളരെ യങ്സ്റ്റർ ആണ്, എന്നെ ബ്രോ എന്ന് വിളിച്ചോളൂ. അതെ യങ്ങായിട്ട് നിൽക്കുന്ന ഡോക്ടർ. എവിടെയാണ് നാട്? നാട് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് എത്ര നാളായി കോട്ടയത്തേക്ക്? 4 വർഷം. ഇവിടെ ഈ മസിൽ മാൻഷനിലേക്ക് എത്തിയിട്ടോ? 4 മാസമായിട്ടുള്ളൂ. ഞാൻ റീസെന്റ് ജോയിൻഡ് ആണ്. ഓക്കെ, ഒരു ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ദിവസേന കാണേണ്ടി വരുമല്ലോ, പലതരത്തിൽ. അതായത് ഇപ്പോൾ സ്വന്തം കുഴപ്പം കൊണ്ടും അല്ലാതെയും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പലരെ കാണാറുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് സാഹചര്യം? ഇപ്പോൾ മോസ്റ്റ്ലി റോഡ് ആക്സിഡൻസ് ആയിട്ട് നമ്മൾ കൂടുതലും കാഷ്വാലിറ്റിയിൽ കാണുന്നത്. പിന്നെ അല്ലാതെ സ്പോർട്സ് ഇഞ്ചുറീസ് അങ്ങനെയെല്ലാം കൂടുതലും യങ്സ്റ്റേഴ്സാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവാറ്. ഓക്കെ, നമ്മൾ ശരിക്കും ഈ പരിപാടി തുടങ്ങിയതിന്റെ ഉദ്ദേശവും ഇതുപോലെ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ശ്രദ്ധ ലഹരി പോലത്തെ പരിപാടികളിലേക്ക് പോവാതെ ഫിറ്റ്നസ്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിന്റെ സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ എപ്പിസോഡാണിത്. ആദ്യ എപ്പിസോഡിൽ തന്നെ ഡോക്ടർമാർ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ. Yes. ഓക്കെ, അപ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഫിറ്റ്നസ് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവർ കൂടുതലും ഈ ഡ്രഗ്സിലോട്ടും ഇല്ലീഗൽ ആക്ടിവിറ്റീസിലോട്ടും മോർ ഫോക്കസ്ഡാണ്. അപ്പം അതിനേക്കാളും അവർ ഫുട്ബോളിലോ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആകുമ്പോൾ അവർ ബെറ്റർ ആയിരിക്കും. ലൈക്ക് അവരുടെ ബ്രെയിൻ ബെറ്ററായിട്ട് ഫംഗ്ഷൻ ചെയ്യും, ബോഡി ബെറ്ററായിട്ട് ഫംഗ്ഷൻ ചെയ്യും, അവർക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകത്തില്ല. ഈവൻ സ്റ്റഡീസിൽ ദേ വിൽ ഇംപ്രൂവ് ബെറ്റർ. അതായത് ബിൻസി, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രധാന പോയിന്റ് ഒന്നുകൂടി ഊന്നി പറയാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കും കേട്ടോ. അതായത് നമ്മൾ ഫുട്ബോൾ കളിച്ചു അല്ലെങ്കിൽ ജിമ്മിൽ വരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവരിപ്പോൾ നമ്മുടെ ജിമ്മിലെ 2 ആശാന്മാരും മിസ്റ്റർ കോട്ടയം ആയവരാണ്, മിസ്റ്റർ കോട്ടയം ആകുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനപ്പുറം, അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ച് ജയിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനപ്പുറം ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ പ്രൊഡക്റ്റീവ് ആകാൻ ഇത്തരം ആക്ടിവിറ്റികൾ കൊണ്ട് പറ്റും. അതെ, ബ്രെയിൻ. അതെ, ബിൻസി ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവുമല്ലേ, ഞാനിത് പണ്ടേ ചെയ്തെങ്കിൽ എനിക്ക് എന്തോരം ബുദ്ധി സത്യം. അപ്പോ ആ ഒരു ചിന്ത എല്ലാവരിലേക്ക് എത്തിക്കൽ തന്നെയാണ് ഡോക്ടർ ഞങ്ങളുടെ ഉദ്ദേശം. യെസ്. ജിം ഗാന എന്നാണ് ഈ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ. ഓക്കെ. ജിമ്മിൽ വന്ന് ഗാനം ആലപിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഡോക്ടറാണോ? അല്ല, പാടിയാൽ മോശമാവും. തിരുവനന്തപുരംകാരെല്ലാവരും ഡോക്ടറിനെ പറ്റി അങ്ങനെ അല്ലല്ലോ പറയാറ്. ആണോ? പഠിച്ചത് എവിടെയാണ്? പഠിച്ചതെല്ലാം ട്രിവാൻഡ്രത്ത് പഠിച്ചപ്പോൾ ക്ലാസ്സിൽ ഡെസ്കിൽ അടിച്ചെങ്കിലും പാട്ട് പാടിയിട്ടുള്ള ഒരു ശീലം ഒന്നും ഇല്ലാത്ത ആളായിരുന്നോ? ഡെസ്കിൽ അടിച്ച് പാടിയിട്ടില്ല. പിന്നെ എങ്ങനെയായിരുന്നു പാടിയിട്ടുള്ളൂ? ഇല്ല, പാടിയിട്ടില്ല. ഡോക്ടറെ നടന്നേ ഭാഷ പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ല. ഡോക്ടറിന്റെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരും എവിടെയെങ്കിലും വെച്ച് പാട്ട് പാടിയിട്ടുണ്ട്. അതിന്റെ പാട്ടിന്റെ പാടുന്ന സ്ഥലം അനുസരിച്ചായിരിക്കും ആ ഒരു പാട്ടിന്റെ പവറിൽ വേരിയേഷൻ ഉണ്ടാകും. അതായത് ബിൻസി ഇപ്പോൾ വീടിന്റെ ഉള്ളിൽ റൂമിന്റെ അകത്തിരുന്ന് പാടുന്നു, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസ സ്റ്റേജിൽ നിന്ന് പാടുന്നു. അതുപോലെ ഡോക്ടർ ഏത് മേഖലയിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ പാട്ട് പാടിയിട്ടുള്ളത്? ഞാൻ വാഷ്റൂമിൽ കുളിക്കുമ്പോഴൊക്കെയാണ് പാടുന്നത്. കൊള്ളും. ചെറുതായിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ബോറടിക്കുന്ന സമയത്ത് പാട്ട് പാടുമെന്നല്ലേ? ഓക്കെ, ഡോക്ടർ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിക്കണ്ടേ? ഓക്കെ, ഉറപ്പായിട്ടും. ഡോക്ടർ പണ്ട് കോളേജിലിരുന്ന് എല്ലാവരുടെ അടുത്ത് പാട്ട് പാടിയിരുന്ന ആളാന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അതൊന്നും ഇപ്പോൾ പാടണ്ട, ഞങ്ങൾ പാടിപ്പിക്കുന്നില്ല. ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോ? എനിക്ക് ഗുണ മൂവിയിലെ കൺമണി അൻപോട് കാതലൻ, ആ സോങ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഡോക്ടറിനോട് നമ്മളിത് പ്ലേ ചെയ്ത് തരും. ഇപ്പൊ തന്നെ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിം ഗാന. സർഗക്ഷേത്ര 89.6 FM കോട്ടയം ജിങ്കാന. കോട്ടയം ജിങ്കാന നമ്മൾ ഗാന്ധി നഗറിലെ മസിൽ മാൻഷനിലുണ്ട്. അവിടുത്തെ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ട് പോകുമ്പോഴേ ഇവിടുത്തെ ഒരു ഇൻസ്ട്രക്ടറെ നമുക്ക് കൈയോടെ കിട്ടിയിട്ടുണ്ട്. നേരെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആള് ഭയങ്കര തിരക്കായിരുന്നു. ആരെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് വരുന്ന വഴിക്കാണ്. ഹലോ ബ്രോ, പേര്? ആദർശ്. എവിടെയാണ് സ്ഥലം? ഓക്കെ, ഇവിടെ എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ഉണ്ട്. തുടക്കം മുതലുണ്ട്. ഈ 2 ചേട്ടനിയന്മാരുടെ കൂട്ടിനായിട്ട് പണ്ട് മുതലേ ഉണ്ട്. ട്രെയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻസ്ട്രക്ടർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രെയിൻ ചെയ്യുമ്പോൾ അതെ, മീൻസ് നമ്മൾ മാത്രം ട്രെയിൻ ആരും പോരാ, അവർക്കൊരു ഡെഡിക്കേഷൻ വേണം എപ്പോഴും. അത് ഇതെന്തിനാണ് ബിൻസിയെ നോക്കി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ബിൻസിയുടെ ആശാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ ബിൻസിക്ക് തീരെ ഡെഡിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ രാജിവെച്ച് കീഴടങ്ങുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനൊന്നും ആരും ചെയ്യരുത് എന്നുള്ളതിന്റെ മാതൃകയാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഒരാൾ എത്ര സമയം ജിമ്മിൽ ചെലവഴിക്കണം? ഒരു 45 മിനിറ്റ്സ്. അത് ഇപ്പോൾ ഫസ്റ്റ് വാമപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങനെയാണോ? അല്ല, ഫസ്റ്റ് ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒരു ഫുൾ ബോഡി വർക്കൗട്ട് മാത്രം. പിന്നെ കണ്ടിന്യൂസ് ആകുമ്പോൾ
ഏറ്റവും ടോട്ടൽ 45 മിനിറ്റ് ആണ്, ഏറ്റവും 45 മിനിറ്റ്സ് ആണ് ടോട്ടൽ വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ഇൻസ്ട്രക്ടർമാർക്ക് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള ടൈം എപ്പോഴാണ് കണ്ടെത്താറ്? ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് കയറും. ഏതെങ്കിലും ടൈം കണ്ടുവരുന്നത് ഞങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ നാട്ടിൽ ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ. ഇപ്പോൾ കൂട്ടുകാർ ഇപ്പോൾ ഞാനൊരു 10 പേരെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതിൽ എത്ര പേര് ഇതുപോലെ ഹെൽത്ത് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടുന്നവരോ അല്ലെങ്കിൽ ഇതുപോലെ ഫിറ്റ്നസ് നോക്കുന്നവരുണ്ടാകും? നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആയിട്ടുള്ള 10 പേരെടുക്കുക. അതിൽ എത്ര പേർ? ചുമ്മാ ഒന്ന് മനസ്സുകൊണ്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു 6-7 പേര് അങ്ങനെ വല്ല കാണും. 6-7 പേർ ഫിറ്റ്നസ് നോക്കുന്നവരുണ്ടോ? നിങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ വരൂ. ബിൻസി, ആ സ്ഥലത്തിന്റെ പേരും അഡ്രസ് ഒക്കെ എഴുതിയെടുക്കണം, നമുക്ക് ചെല്ലണം. എല്ലാം പെട്ടെന്ന് പറഞ്ഞു നോക്കട്ടെ. അല്ല, സാധാരണ ഗ്യാങ് തന്നെ ഓൾറെഡി ബോഡി ബിൽഡിങ്സും ജിം ട്രെയിനേഴ്സും ഒക്കെ. അല്ല, അതിലൊരു തിരുത്തലുണ്ട്. ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ കൂടി അങ്ങനെ ഒരു ഗ്യാങ് ആയതാണ്? അല്ലല്ല, ഞങ്ങൾ കൊച്ചിലോട്ട് എല്ലാവരും ഫ്രണ്ട്സ്, ഞങ്ങൾ എല്ലാവരും ആ ഗ്യാങ് എല്ലാവരും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ നാടിനോട് വളരെ ഇഷ്ടവും സ്നേഹവും തോന്നുന്നുണ്ട്. ആ സ്ഥലത്തിന്റെ കറക്റ്റ് ഏരിയ കൂടെ പറഞ്ഞേ. ഞങ്ങളുടെ പരിപ്പ് ചേനപ്പാടി എന്ന് പറയും. പരിപ്പ് ചേനപ്പാടി എന്ന് പറയും. ഓക്കെ, ആ സ്ഥലത്ത് നമുക്ക് ഉറപ്പായിട്ട് പോകണം. തീർച്ചയായിട്ടും നമ്മൾ പോയിരിക്കും. ഞങ്ങളിത് പറയാൻ കാര്യം തന്നെ ബ്രോ, ഇപ്പൊ കുറേ അധികം പേര് ഇപ്പൊ ഫിറ്റ്നസ്സിലേക്കൊന്നും അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഫോക്കസ് ഒക്കെ വേറെ റൂട്ടിലൂടെ പോയി അങ്ങനെ ഒരു ആരോഗ്യം സംരക്ഷിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതിലകത്തേക്ക് വരിക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന്റെ പേരിലാണ് ഞങ്ങളോട് വന്നത്. നിങ്ങളുടെ 10 കൂട്ടുകാരിൽ 6 പേർ 7 പേരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 70% പേർ ഫിറ്റ് ആണ് നിങ്ങളുടെ നാട്ടിൽ. തീർച്ചയായും. അത് കലക്കി. ബാക്കിയുള്ള ആളുകളും ഫിറ്റ് ആകാറുണ്ട്, പക്ഷെ ഈ ഫിറ്റ് അല്ലെന്ന്. ബാക്കിയുള്ളവരും ഫിറ്റ് ആണെന്നാണ് വിൻസി ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ പരിചയപ്പെട്ട സന്തോഷമുണ്ട്. പരിപാടികളൊക്കെ നടക്കട്ടെ. ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പരിപ്പിൽ ഞങ്ങൾ വരും. ഈ സന്തോഷത്തിന്റെ പുറത്ത് നമുക്ക് പാട്ട് കേട്ടാലോ? റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിം ഗാന. അങ്ങനെ കോട്ടയം ജിങ്കാന എന്നുള്ള ടൈറ്റിൽ കണ്ടപ്പോൾ മുതൽ എല്ലാവരുടെയും മനസ്സിലുള്ള ചില സംശയങ്ങൾക്കൊക്കെ തീരുമാനമാകുന്ന ഒരു നേരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ കോട്ടയം ജിങ്കാനയുടെ ഒരു സെഗ്മെന്റ്, ഒരു അധ്യായം ഇവിടെ തിരശ്ശീല വീഴാനുള്ള സമയമായിട്ട് നിൽക്കുകയാണ്. ഇതോടുകൂടി ഇനി എല്ലാവരുടെയും സംശയം മാറിക്കാണും. അടുത്ത ജിംഖാന എപ്പോഴാണെന്നായിരിക്കും ഇപ്പൊ എല്ലാവരും ആലോചിക്കുന്നത്. അതെ, ജിങ്കാന തേടി ഞങ്ങൾ നടക്കുകയാണ്. കോട്ടയത്തെ ഹെൽത്ത് ക്ലബ്ബുകൾ തേടിയുള്ള യാത്രയാണ്. ഒരുപാടിടങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജിമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരും അല്ലെങ്കിൽ ജിമ്മിൽ നിന്ന് തിരിച്ചു വരുന്നവരും അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബിന്റെ ഇൻസ്ട്രക്ടർമാരായിട്ടുള്ളതും ജിമ്മ് മുതലാളിമാരൊക്കെ എപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നത്, ഞങ്ങളുടെ ഹെൽത്ത് ക്ലബിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും വരും. വരാനുള്ള പ്ലാൻ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ജിംഖാനയുടെ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ട് എന്റെ ഫ്രണ്ട്, അതായത് ഇപ്പം വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായിട്ട് ആള് ജിമ്മിൽ പോയി ഭയങ്കര ബോഡി ബിൽഡർ ആണ്, നല്ല മസിലൊക്കെ ഉള്ള മനുഷ്യനാണ്. നന്ദു എന്നാണ് പേര്. അപ്പൊ നന്ദു എൻ്റെ അടുത്ത് ചോദിച്ചു ഞങ്ങളുടെ ജിമ്മിലേക്ക് ഒന്ന് വരാമോ എന്ന്. ഓക്കെ, അപ്പോൾ നന്ദുവിന്റെ ജിമ്മിലേക്കും നമ്മൾ വരും. അതുപോലെ ഒരുപാട് നന്ദുമാരുടെ ജിമ്മിലേക്കൊക്കെ പോകാനുള്ള പ്ലാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. എന്തായാലും നമ്മുടെ പരിപാടി ഗംഭീരമായിട്ട് തന്നെ ഇന്ന് അവസാനിക്കാനുള്ള സമയം ആയിട്ടുണ്ട്. അതെ, സമയം ഇവിടെ തീരുമ്പോൾ നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്ന, ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒരിക്കൽ കൂടി പറയുവാണ്. ഇപ്പോൾ ലഹരി പോലെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കുറേ പേരുടെയൊക്കെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയല്ല, ഹെൽത്തിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ജിങ്കാനയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ക്ലബ്ബിൽ കൂടുതൽ സീരിയസ് ആയിട്ട് ഇതുപോലെ ഫിറ്റ്നസിനെ കാണുന്ന ഒരുപാട് പേരെ പരിചയപ്പെടുത്തുക തന്നെയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശവും ലക്ഷ്യവും. ഒപ്പം നമ്മുടെ പേര് പോലെ ജിമ്മിൽ പാട്ട് പാടുന്ന ആളുകളെ കൊണ്ട് നമ്മൾ പാട്ട് പാടിപ്പിക്കും. അപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ടോ, പാട്ട് പാടുന്നുണ്ടോ, ഇത് രണ്ടുമാണ് ഇതിന്റെ ഒരു യോഗ്യത. ഞങ്ങൾ നിങ്ങളെ തേടി നിങ്ങളുടെ ഹെൽത്ത് ക്ലബ്ബിൽ എത്തിയിരിക്കും. ആ ദിവസങ്ങൾ ഒരുപാട് ദൂരത്തൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ബൈ പറയാം അല്ലേ? ഉറപ്പായിട്ട് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും നേരം ജിമ്മിൽ വളരെ പവർഫുൾ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ക്ലബ്ബിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ പവർഫുൾ ആകുമല്ലോ. ഒരുപാട് പേർ ഇതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒത്തിരി പേരുടെ നടുവിൽ നിന്നതുകൊണ്ട് ബിൻസി വരെ പവർഫുൾ ആയി എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. അതെ, അത് കാരണം ഒരു അടിപൊളി പവർഫുൾ സോങ് തന്നെ വെച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് മെല്ലെ പോവാം. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര.